ഹലോ പീപ്പിൾ, ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ജൂലൈ 2 ആമസോൺ പ്രൈം വീഡിയോ വഴി നേരിട്ട് റിലീസിനെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ലയ നൈഷലറാണ്. അദ്ദേഹത്തിൻ്റെ മുൻ സംവിധാനം എന്ന് പറയുന്നത് നോബഡി എന്നുള്ള കിട്ടില്ല സിനിമയാണ്. ഞാൻ ഈ സിനിമ കണ്ടു. എനിക്ക് അത്യാവശ്യത്തിന് ഇഷ്ടപ്പെട്ട ഒരു ആക്ഷൻ ത്രില്ലർ ഫൺ മോഡൽ ഒരുങ്ങിയ ചിത്രമാണ്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് പ്രിയങ്ക ചോപ്ര, എൽഡ്രിസ്, ജോൺ സീന. ഈ ജോൺ സീന എൽഡ്രിസും മുമ്പ് അഭിനയിച്ച ഒരു സിനിമയാണ് നമ്മുടെ DC ആയിട്ടുള്ള സൂയിസൈഡ് സ്ക്വാഡ്. നമ്മുടെ പീസ് മേക്കറും ബ്ലഡ് സ്പോട്ടും അങ്ങനെ എന്ന് പറയാം. ഈ രണ്ട് ക്യാരക്ടറിൻ്റെ കോമ്പിനേഷൻ കിട്ടില്ലുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയിലും നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ബ്രിട്ടീഷും തമ്മിൽ നല്ല രസത്തിലല്ല. ഈ രണ്ട് രാജ്യങ്ങൾക്ക് അങ്ങ് ചേരാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ വഴക്കാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റായ ജോൺസനെയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷിലുള്ള നമ്മുടെ സാം ക്ലാർക്കും കൂടി ചേർന്ന് ഒരു പ്രസ് മീറ്റ് നടക്കുകയാണ്. പരസ്പരം ഇവരെ അങ്ങോട്ട് ഇഷ്ടമില്ലെന്നും പറഞ്ഞ്. പക്ഷേ യഥാർത്ഥ വില്ലൻ ഇവരുടെ തമ്മിലടുപ്പിക്കാൻ നോക്കുകയാണ്. ആ വില്ലനെതിരെ പൊരുതുന്ന കഥയൊക്കെയാണ് സിനിമയുടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. ഇവർ രണ്ടുപേരെ ആ വില്ലൻ ചെറുതായിട്ടൊന്ന് കൊല്ലാൻ നോക്കുകയാണ്. അപ്പോൾ രണ്ട് ട്രസ്റ്റ് ഇല്ലാത്ത ഫ്രണ്ട്സ് എങ്ങനെ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നുള്ള കഥയൊക്കെയാണ്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവർ രണ്ടുപേരും രാജ്യത്തിന് എങ്ങനെ സമാധാനം കൊണ്ടുവരുത്താം, അല്ലെങ്കിൽ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരുത്താം എന്നുള്ള കഥയൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. സിനിമയിൽ പിന്നെ ഒരു ബാക്കപ്പ് സപ്പോർട്ടായിട്ട് നമ്മുടെ പ്രിയങ്ക ചോപ്രയും വരുന്നുണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏജന്റ് കൂടിയാണ് അവർ. അപ്പം കിട്ടിലോറ്റ് പോകുന്ന ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് അത്യാവശ്യത്തിന് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. 1 മണിക്കൂർ 56 മിനിറ്റുമാണ് സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. ഒരു സമയം പോകത്തില്ല, വേസ്റ്റായി പോകത്തില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ട സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും. പക്ഷെ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ടു നോക്കൂ. ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിട്ടില്ല സിനിമയാണ് ഈ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ചിത്രം. നല്ല കോമഡിയൊക്കെ ഉണ്ട് സിനിമയിൽ, അത്യാവശ്യം ആക്ഷൻസും ഉണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി കാണാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.